ഹായ് മക്കളെ, നമസ്കാരം. സ്മിത ടീച്ചറാണ്. +1 ഫിസിക്സിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ ആധാരമാക്കിയുള്ള 120 മാർക്കിന്റെ ചോദ്യോത്തരങ്ങളുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 1 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ചോദ്യോത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മൊത്തം 30 മാർക്കിന്റെ ചോദ്യോത്തരങ്ങളാണ് പറഞ്ഞത്. ഇന്ന് 4 മാർക്കിന്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കാണാം. നന്നായിട്ട് പഠിക്കണം. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മുൻ വർഷങ്ങളിൽ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യോത്തരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇനി സമയം കളയാതെ നമുക്ക് 4 മാർക്കിന്റെ ചോദ്യോത്തരങ്ങൾ പഠിക്കാം. സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ സംബന്ധിച്ച 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. എ പാർട്ടിന് 2 മാർക്കും ബി സി ഇവയ്ക്ക് 1 മാർക്ക് വീതവുമാണ്. എ പാർട്ടിലേക്ക് കടക്കുന്നു. Figure shows the stress strain curve for a material. What is the Young's modulus of the material? ഇവിടെ ഗ്രാഫിൽ തന്നിരിക്കുന്നത് y ആക്സിസിൽ സ്ട്രെസ് വാല്യൂസും x ആക്സിസിൽ സ്ട്രെയിൻ വാല്യൂസുമാണ്. അതായത് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് എന്ന് പറയുന്നത് y/x, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. Stress by strain is equal to a constant, and that constant is called the Young's modulus of the material. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. വാല്യൂസും തന്നിട്ടുണ്ട്. വാല്യൂസ് നോക്കിക്കോളൂ. ഗ്രാഫ് 0.002 പിന്നെ 150 ആ ഒരു കോർഡിനേറ്റിൽ കൂടി എക്സാക്റ്റ് ആയിട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അവിടെ വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കുക എളുപ്പമായിരിക്കും. ഓക്കെ, ആ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് യങ്സ് മോഡുലസ് ആയിരിക്കും. 36ാമത്തെ ചോദ്യം എ പാർട്ടിൻ്റെ ആൻസർ ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ പറഞ്ഞു സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഗീവ്സ് ദി യങ്സ് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ. അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ y/x. സ്ട്രെസ് എന്ന് പറയുമ്പോൾ y2 - y1 എടുക്കാം. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ x2 - x1 എടുക്കാം. y കോർഡിനേറ്റ്, ഫൈനൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് 150 ആണ്. പിന്നെ y1 എന്ന് പറയുന്നത് 0. x2 x ആക്സിസിലെ വാല്യൂ x2 0.002 ആണ്. x1 ഒറിജിൻ 0 ആണ്. പിന്നെ x ആക്സിസിലെ സ്ട്രെസ്സിൻ്റെ പവർ തന്നിട്ടുണ്ട്. 150 × 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ വാല്യൂ കിട്ടുന്നത് 150 × 10⁶ ഡിവൈഡഡ് ബൈ 0.002 ആണ്. That's equal to 7.5 × 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. വ്യക്തമാണല്ലോ അല്ലേ? ഗ്രാഫ് കണ്ടാൽ ടഫാണെന്ന് വിചാരിക്കും, പക്ഷേ സിമ്പിളാണ്. ഗ്രാഫ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. യങ്സ് മോഡുലസ് ആണെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ കണ്ടുപിടിച്ചാൽ മതിയായിരിക്കും. ഏത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതിയാകും. 36ാമത്തെ ചോദ്യത്തിൻ്റെ ബി പാർട്ടും സി പാർട്ടും ഇനി പരിശോധിക്കാം. ബി പാർട്ട് ഒരു പ്രോബ്ലമാണ്. യങ്സ് മോഡുലസ് ഓഫ് അലൂമിനിയം ഈസ് 70 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആൻഡ് ദാറ്റ് ഓഫ് കോപ്പർ ഈസ് 120 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സെയിം സ്ട്രെയിൻ ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഓൺ ബോത്ത് വയർ ഓഫ് ഈക്വൽ ക്രോസ് സെക്ഷൻ. വിച്ച് വയർ റിക്വയർ മോർ ഫോഴ്സ്? ഇപ്പം ഇവിടെ യങ്സ് മോഡുലസ് വാല്യൂസ് തന്നിട്ടുണ്ട്. അലുമിനിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സ്ട്രെയിൻ സെയിം ആണ്,
പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്നാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സി പാർട്ട്, റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഈസ് കോൾഡ് ഡാഷ്. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസിനെ പറയുന്ന പേര് കംപ്രസിബിലിറ്റി എന്നാണ്. ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. യങ്സ് മോഡുലസ് y ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ, പ്രഷർ തന്നെയാണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഡെൽറ്റ എൽ ആണ് ഇൻക്രീസ് ഇൻ ലെങ്ത് എങ്കിൽ, ഒറിജിനൽ ലെങ്ത് ക്യാപിറ്റൽ എൽ ആണെങ്കിൽ നമുക്ക് സ്ട്രെയിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് y ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? സെയിം സ്ട്രെയിൻ ആണ് കോപ്പറിനും അലൂമിനിയത്തിനും അപ്ലൈ ചെയ്യുന്നതെന്നാണ്. അതിൽ നിന്നും മനസ്സിലാക്കാനാവുക യങ്സ് മോഡുലസ് y ഈസ് പ്രൊപ്പോർഷണൽ ടു എഫ് എന്നാണ്. എന്തുകൊണ്ടാണ്? ഏരിയയും സെയിം തന്നെയാണ്. കോപ്പറിൻ്റെയും അലൂമിനിയത്തിൻ്റെയും ഇവിടെ തന്നിരിക്കുന്ന ഏരിയ സെയിം തന്നെയാണ്. രണ്ട് മെറ്റലിൻ്റെയും സെയിം ഏരിയയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് യങ്സ് മോഡുലസ് ഫോഴ്സിന് പ്രൊപ്പോർഷണലായിട്ടാണ് വരുന്നത്. നമുക്ക് യങ്സ് മോഡുലസ് വാല്യൂസ് കോപ്പറിൻ്റെയും അലൂമിനിയത്തിൻ്റെയും തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? കോപ്പറിൻ്റെ യങ്സ് മോഡുലസ് 120 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അലൂമിനിയത്തിൻ്റെ 70 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ കോപ്പറിൻ്റെ യങ്സ് മോഡുലസ് ആണ് കൂടുതൽ, അലൂമിനിയത്തിൻ്റെ യങ്സ് മോഡുലസ് ആണ് കുറവ്. അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഫോഴ്സ് കൂടുതലാവുക കോപ്പറിനായിരിക്കും, കുറവായിരിക്കുക അലൂമിനിയത്തിനായിരിക്കും. അതല്ലെങ്കിൽ തന്നെ സാമാന്യ ജ്ഞാനത്തിൽ നിന്നും നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് കോപ്പറിനായിട്ടായിരിക്കും, അതിന് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇൻ ദിസ് പ്രോബ്ലം ആസ് ദി യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ഈസ് more than that of aluminum, copper requires more force. Okay, C part answer already പറഞ്ഞു കഴിഞ്ഞു. Reciprocal of bulk modulus is called compressibility. എന്താണ് ഈ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? When a body is immersed in a fluid, it undergoes a hydraulic stress equal in magnitude to the hydraulic pressure. അതായത് ഒരു ഫ്ലൂയിഡിൽ ഒരു വസ്തു ഇമേഴ്സ് ചെയ്തിരിക്കുന്ന കേസാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ വസ്തുവിൻ്റെ വോളിയത്തിൽ ഒരു ഡിക്രീസ് ഉണ്ടാകും. ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വോളിയം ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. This decrease in volume produces a strain. കംപ്രസ് ചെയ്യുകയാണെങ്കിലും ഇലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിലും സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഫ്ലൂയിഡിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന സ്ട്രെയിനിനെ പറയുന്ന പേരാണ് വോളിയം സ്ട്രെയിൻ. The ratio of hydraulic stress to the corresponding hydraulic strain is called bulk modulus. അപ്പോൾ ഇതാണ് ബൾക്ക് മോഡുലസിനെ കുറിച്ച് പറയാനുള്ളത്. സോളിഡ്സിലെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് യങ്സ് മോഡുലസ്. നേരത്തെ കേസിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫ്ലൂയിഡ്സിലെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എടുക്കുമ്പോഴാണ് ബൾക്ക് മോഡുലസ് ഉണ്ടാവുക. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസിനെ പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി. ഓക്കെ,
compressibility K equal to 1 by B if B is the bulk modulus. Clear? 4 മാർക്കിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഗ്രാവിറ്റേഷൻ എന്ന 8ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. അതിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആകെപ്പാടെ 3 ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളേ ഉള്ളൂ. പക്ഷേ 7 മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നും വിട്ടുകളയാതെ നന്നായിട്ട് പഠിക്കണം. ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളുടെ മാത്രമായിട്ടുള്ള ഗ്രാവിറ്റേഷന്റെ ക്ലാസ് ഒന്ന് കാണണം. ഇനി ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മേ വേരി വിത്ത് ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡെപ്ത്. റൈറ്റ് ഡൗൺ ദി എക്സ്പ്രഷൻ ഫോർ ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി എന്ന ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ എക്സ്പ്രഷൻ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്നുള്ളതാണ്. വേർ ക്യാപിറ്റൽ ജി ഈസ് ദി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, എം ഈസ് ദി മാസ് ഓഫ് ദി എർത്ത് ആൻഡ് ആർ ഈസ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. ഇപ്പോ ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ തുടർന്ന് കാണുന്നുണ്ട്. ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എക്സ്പ്രഷൻ എഴുതാനാണ്. 1 മാർക്കിന് എക്സ്പ്രഷൻ എഴുതിയാൽ മാത്രം മതിയാകും. എന്നാലും ഡെറിവേഷൻ ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. B part. Arrive at an expression for the acceleration due to gravity at a height h. When the height h above the surface of the earth is much less than the radius of the earth, what is the value of the acceleration due to gravity at a height h? എന്നാണ് ചോദ്യം. 2 മാർക്കിന്റെ ചോദ്യമാണ്. അതിന്റെ ഉത്തരം G1 equal to G into 1 minus 2h by r എന്നാണ്. Where G1 is the acceleration due to gravity at a height h above the surface of the earth. ഡെറിവേഷൻ ചെയ്യണം. 2 മാർക്കിന്റെ ചോദ്യമാകുമ്പോൾ ഡെറിവേഷനും കൂടി ചെയ്താലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ എക്സ്പ്രഷൻ മാത്രം എഴുതിയാൽ 1 മാർക്ക് കിട്ടും. അപ്പോൾ എക്സ്പ്രഷൻ എന്തായാലും പഠിച്ചു വെക്കുക. ഡെറിവേഷൻ തുടർന്ന് പറഞ്ഞു തരാം. ഇനി സി പാർട്ട്. Acceleration due to gravity is independent of dash. Mass of earth, mass of body ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. gm/r². ഇതില് മാസ് ഓഫ് ബോഡി വരുന്നില്ല. മാസ് ഓഫ് ബോഡി സാധാരണ സ്മോൾ ലെറ്റർ എം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അത് ഇവിടെ വരുന്നില്ല. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റും മാസ് ഓഫ് എർത്തും അതുപോലെ റേഡിയസ് ഓഫ് എർത്തുമാണ് വരുന്നത്. മാസ് ഓഫ് ദി ബോഡി വരുന്നില്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദി ബോഡി. ഇനി ഈ ആൻസേഴ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കാണാം. ഇൻ കേസ് 5 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് വരികയാണെങ്കിൽ എങ്ങനെ എഴുതാം എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Relation between acceleration due to gravity small g and gravitational constant capital G. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് ആ വസ്തുവിന്റെ ഭാരം അഥവാ വെയിറ്റ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഭൗമോപരിതലത്തിൽ ഒരു വസ്തു m മാസുള്ളത് ഇരിക്കുന്നതായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ m മാസുള്ള വസ്തുവിന്റെ ഭാരം അഥവാ വെയിറ്റ് എന്നത് mg ആയിരിക്കും. ഗുരുത്വാകർഷണ നിയമപ്രകാരം വസ്തുവിനും ഭൂമിക്കും ഇടയിലുള്ള ആകർഷണ ബലം ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R² ആണ്. നമ്മുടെ ഇക്വേഷൻ F ഈക്വൽ ടു G m1 m2 ഡിവൈഡഡ് ബൈ R² എന്നാണ്. m1 എന്നത് ഇവിടെ ഭൂമിയാണ്. ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ M. m2 എന്നത് വസ്തുവാണ്. വസ്തുവിന്റെ മാസ് സ്മോൾ m. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 മാസസ്, അതായത് ഭൂമിയുടെ കേന്ദ്രവും വസ്തുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുള്ളത് ഭൂമിയുടെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. mg എന്ന ഇക്വേഷനും ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ R² എന്ന ഇക്വേഷനും ഒരേ കാര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടും ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് വസ്തുവില്. അങ്ങനെയാകുമ്പോൾ 2 ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്യാം. അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന സ്മോൾ ജിയുടെ വാല്യൂ ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ R² എന്നാണ്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭൗമോപരിതലത്തിൽ സ്മോൾ ജിയുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ്.
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൗമോപരിതലത്തിൽ ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ജിയുടെ വാല്യൂ 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഭൂമിയുടെ മാസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻30 കിലോഗ്രാം ആണ്. ഭൂമിയുടെ റേഡിയസ് ആവറേജ് വാല്യൂ 6400 കിലോമീറ്റർ എന്നെടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുക സ്മോൾ ജിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നായിരിക്കും. അതായത് ദ വാല്യൂ ഓഫ് ജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദി ബോഡി. സ്മോൾ എം എന്നുള്ളത് ഇക്വേഷനിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് സ്മോൾ എം ഓഫ് ദി ബോഡി. വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഭൗമോപരിതലത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അവയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അവയിലെല്ലാം അനുഭവപ്പെടുന്നത് ഒരേ ത്വരണം തന്നെയായിരിക്കും. എപ്പോഴാണ്? അവ താഴേക്ക് വീഴുമ്പോൾ. ഓക്കെ, എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് എന്നതിനെ ആസ്പദമാക്കിയാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുവാൻ പറ്റുന്നത്. ഓക്കെ, ഭൗമോപരിതലത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എർത്തിന്റെ സർഫസിൽ നിന്നും h ഉയരത്തിലാണ് ഒരു വസ്തുവെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കുമോ? തീർച്ചയായും ഇല്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ആ എക്സ്പ്രഷനിൽ തീർച്ചയായും മാറ്റം വരും. h ഉയരത്തിൽ m മാസുള്ള വസ്തുവിൽ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g1 ആണെന്നിരിക്കട്ടെ. ദെൻ g1 ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ എന്നാവും. ഇത് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് ഭൗമോപരിതലത്തിൽ ജിയുടെ വാല്യൂ അറിയാം, gm by r square. This is equation 2. To find the value of g1, let us take the ratio of both the equations. Equation 1-നെ equation 2 കൊണ്ട് ഹരിക്കാം. ഒരു ഫ്രാക്ഷനാണ് ഹരിക്കാനുള്ളത്. ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുക എന്നാൽ തിരിച്ചിട്ട് ഗുണിക്കുകയാണെന്ന് അറിയാലോ. g1ഉം ഫ്രാക്ഷനാണ്, ജിയും ഫ്രാക്ഷനാണ്. അപ്പോ ജി കൊണ്ട് ഹരിക്കാനുള്ളപ്പോ ജി എന്ന ഫ്രാക്ഷനെ തിരിച്ചിട്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? g1 by g equal to gm by r plus h the whole square into r square divided by gm. gm gets cancelled. Then g1 by g equal to r square divided by r plus h the whole square. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അന്നേരം LHSൽ g1 മാത്രമാകും. g1 equal to g r square divided by r plus h the whole square. ഓക്കെ, ആർ സ്ക്വയർ ന്യൂമറേറ്ററിലും ഉണ്ട് ഡിനോമിനേറ്ററിലും ഉണ്ട്. ആർ സ്ക്വയറിനെ എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഡിനോമിനേറ്ററിലെ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയറിൽ നിന്നും ആർ സ്ക്വയർ പുറത്തെടുത്താലേ ന്യൂമറേറ്ററിലുള്ള ആർ സ്ക്വയറുമായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? g1 equal to g r square divided by r square into 1 plus h by r the whole square എന്നായിരിക്കും. r square ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ വരിക g1 equal to g divided by 1 plus h by r the whole square എന്നാണ്. ഇനി എന്താ വേണ്ടത്? ഡിനോമിനേറ്ററിലെ 1 plus h by r the whole squareനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരണം. അന്നേരം g1 equal to 1 plus h by r the whole raised to -2 എന്നാകും. 1 plus h by r the whole raised to -2നെ എക്സ്പാൻഡ് ചെയ്യണം. ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് അപ്ലൈ ചെയ്യാനുള്ളത്. ആദ്യത്തെ രണ്ട് ടേംസ് മാത്രം എടുത്താൽ മതിയാകും. കാരണം
എച്ച് എന്നുള്ള വാല്യൂ ക്യാപിറ്റൽ ആർ റേഡിയസ് ഓഫ് എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് ആദ്യത്തെ 2 ടേംസ് മാത്രം എടുത്താൽ മതി. ഹയർ ഓർഡർ ടേംസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ എക്സ്പ്രഷൻ വരിക G1 ഈക്വൽ ടു G ഇൻറ്റു 1 മൈനസ് 2s ഡിവൈഡഡ് ബൈ R എന്നായിരിക്കും. പ്രത്യേകം ഓർക്കുക, എർത്തിന്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ക്യാപിറ്റൽ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ എച്ച് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് നമുക്ക് G1 ഈക്വൽ ടു G ഇൻറ്റു 1 പ്ലസ് h ബൈ ആർ ദ ഹോൾ റൈസ് ടു -2 നെ എക്സ്പാൻഡ് ചെയ്തപ്പോ G1 ഈക്വൽ ടു G ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്തത്. ഇത് ആക്ച്വൽ വാല്യൂ അല്ല, അപ്രോക്സിമേഷൻ ആണ്. ഹയർ ഓർഡർ ടേംസ് എല്ലാം നെഗ്ലക്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, ഒരു 10 കിലോമീറ്റർ ഉയരത്തിലുള്ള വസ്തുവാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലുള്ള വ്യത്യാസം വളരെ വളരെ ചെറുതാണ്. അത് നമ്മുടെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ നിന്ന് പറയത്തക്ക വ്യത്യസ്തമൊന്നും ആയിരിക്കില്ല. ഒരു 1000 കിലോമീറ്റർ ഉയരത്തിലൊക്കെയുള്ള ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ 6400 കിലോമീറ്റർ റേഡിയസ് ഉള്ള എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വ്യത്യാസം വന്നേക്കാം. 10 കിലോമീറ്ററിലൊന്നും പറയത്തക്ക വ്യത്യാസം ഉണ്ടാവുകയില്ല. ഓക്കെ, 4 മാർക്കിന്റെ അടുത്ത ചോദ്യം വിശദീകരിക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് obeys the law of conservation of energy. Law of conservation of energy നമുക്കറിയാം. Energy can neither be created nor be destroyed but could be transferred from one form to another form. Total energy conserved ആയിരിക്കും എന്ന് പറയുന്നതാണ് law of conservation of energy. A part. Write down the equation that explains first law of thermodynamics. 1 മാർക്കിന്റെ ചോദ്യമാണ്. B part. Obtain an expression for the work done in an isothermal process. 2 മാർക്കിന്റെ ചോദ്യമാണ്. Work done in an isochoric process is dash. 1 മാർക്കിന്റെ ചോദ്യമാണ്. ഇത് 4 മാർക്കിന്റെ ചോദ്യമാണ്. 4 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് 1, 2, 3 ഒറ്റ വരിയിലുള്ള 3 ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. ഈ ഇക്വേഷൻ മാത്രം എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. ഡെറിവേഷനും കൂടി എഴുതുമ്പോഴാണ് ടോട്ടൽ 2 മാർക്ക് കിട്ടുന്നത്. പരീക്ഷയ്ക്ക് ഇൻ കേസ് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരികയാണെങ്കിൽ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എ പാർട്ടിന്റെ ആൻസർ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റും മറ്റു ഡീറ്റെയിൽസും പറഞ്ഞു തരാം. വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് W ഈക്വൽ ടു മ്യൂ ആർ ടി ലോഗ് P1 ബൈ P2. ഈ എക്സ്പ്രഷനും പറഞ്ഞു തരാം. എങ്ങനെയാണ് വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ് 0 ആവുന്നത്, എന്താണ് ഒരു ഐസോകോറിക് പ്രോസസ്, ഇക്കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്തു തരാം. വിശദമായിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് അത് പഠിക്കാം. അല്ലാത്തവര് ആ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക. ഈ 3 ആൻസർ എങ്കിലും തൽക്കാലം പഠിച്ചു വെക്കുക. 3 മാർക്ക് കിട്ടും 4-ല്. ഓക്കെ, ലാഭമല്ലേ അങ്ങനെയാവുമ്പോ. ഹീറ്റ്, ഇന്റേണൽ എനർജി ആൻഡ് വർക്ക്, ഇക്കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഊഷ്മാവും താപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഊഷ്മാവ് എന്നാൽ ടെമ്പറേച്ചർ, താപം എന്നാൽ ഹീറ്റ്, താപോർജം ഹീറ്റ് എനർജി. ഓക്കെ, ഊഷ്മാവിലുള്ള വ്യത്യാസം കാരണം 2 അതിലധികമോ സിസ്റ്റങ്ങളോ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ രൂപമാണ് താപോർജം അല്ലെങ്കിൽ ഹീറ്റ് എനർജി. Heat is the form of energy transferred between 2 or more systems or systems and its surroundings by virtue of temperature difference. ഊഷ്മാവിലുള്ള വ്യത്യാസം കാരണം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ രൂപമാണ് ഹീറ്റ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഹീറ്റ് എനർജിയാണ്. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്റേണൽ എനർജി എന്നാൽ
കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും തുകയാണ്. ഇനി നമുക്ക് ഒരു സിലിണ്ടറിൽ എടുത്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യാം. ഗ്യാസ് സിലിണ്ടറിൽ എടുത്തിരിക്കുന്നു, അതിനൊരു പിസ്റ്റൺ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് മോളിക്യൂൾസിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവ എക്സ്പാൻഡ് ചെയ്യും, വോളിയം കൂടും. അപ്പോഴേക്കും ആ കിട്ടുന്ന എനർജി എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവിടുത്തെ നമ്മുടെ ചക്രം കറക്കാനായിട്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, വെൻ ഹീറ്റ് ഈസ് ഗിവൺ ടു എ സിസ്റ്റം, the system use part of its energy to increase the kinetic energy of the molecules and the remaining part to do external work. ഗ്യാസ് മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും മോളിക്യൂൾസിന്റെ എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടും. അതുപോലെ എക്സ്പാൻഷന്റെ ഫലമായിട്ട് എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഈ ചക്രത്തിനെ കറക്കുന്നതാണ് ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. മറ്റു പല ഫോം ഓഫ് യൂസ്ഫുൾ വർക്കായിട്ടും എക്സ്പാൻഷന്റെ സമയത്തുണ്ടാകുന്ന ഇന്റേണൽ എനർജിയെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഹീറ്റ്, ഇന്റേണൽ എനർജി, വർക്ക്, ഈ ഭാഗത്ത് നമ്മൾ കണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. The first law of thermodynamics states that the amount of heat given to a system is equal to the sum of the increases in internal energy of the system and the external work done. ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുകയാണ്. ഡെൽറ്റ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അത് രണ്ട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. ഒന്ന് ഇന്റേണൽ എനർജി കൂട്ടാൻ, മറ്റൊന്ന് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യാൻ. ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി ഹീറ്റ് എനർജി പ്രയോജനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ കാര്യത്തിലാണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ സ്റ്റേറ്റിന് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജിക്ക് വേണ്ടിയിട്ട് ആ ഇന്റേണൽ എനർജി പ്രയോജനപ്പെടുത്തുന്നില്ല. പക്ഷെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, അപ്പോ കൈനറ്റിക് എനർജിയാണ് കൂടുന്നത്. കൈനറ്റിക് എനർജി കൂടുന്നു, അതിന്റെ ഫലമായിട്ട് എക്സ്പാൻഷൻ ഉണ്ടാകുന്നു, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം അത് കാണപ്പെടുന്നത് കൈനറ്റിക് എനർജി ഇൻക്രീസ് ആയിട്ടാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ യു. ഇനി ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, വർക്ക് എന്നാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഗ്യാസ് മോളിക്യൂൾസിന്റെ കാര്യത്തിലാണെങ്കിൽ ഫോഴ്സ് എന്നാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. പ്രഷർ ഇൻറ്റു ഏരിയ. പിന്നെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വോളിയത്തിലുണ്ടാവുന്ന വ്യത്യാസം, എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്ത് ഗ്യാസ് പിസ്റ്റൺ മാറുന്നു എന്നുള്ളത്, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ delta W is equal to P into delta V, pressure into change in volume. This is first law of thermodynamics. Delta Q equal to delta U plus delta W. Okay, work done is force into displacement. Force എന്നാൽ pressure into area. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ചേഞ്ച് ഇൻ വോളിയം. പിസ്റ്റൺ എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് ചേഞ്ച് ഇൻ വോളിയം. സോ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. ദിസ് ഇസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഗിവൺ ടു ദ സിസ്റ്റം ഡെൽറ്റ ക്യൂ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി of the gas molecules and for work done during expansion. We will derive today an expression for the work done during an isothermal process. Okay? What is an isothermal process? An isothermal process is one in which the pressure and volume of the system change but
ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യും, പക്ഷേ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ് എന്നറിയപ്പെടുന്നത്. വെറുതെ അങ്ങ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താനൊന്നും പറ്റില്ല. അതിന് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാമാണ് ആ കണ്ടീഷനുകൾ? ഫസ്റ്റ് കണ്ടീഷൻ, the walls of the container must be perfectly conducting to allow free exchange of heat between the system and the surroundings. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന വെസലിന്റെ, ഗ്യാസിനെ ഹീറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന വെസലിന്റെ വാൾസ് കണ്ടക്ടിങ് വാൾസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് allow free exchange of heat between the system and the surroundings. Okay, compression പ്രോസസ്സും ഉണ്ടാവും, എക്സ്പാൻഷൻ പ്രോസസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതായിരിക്കണം. so that there should be sufficient time for the exchange of heat. Okay, കംപ്രഷനും എക്സ്പാൻഷനും ഒക്കെ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടത്തി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയം ആവശ്യം പോലെ കിട്ടണം. പ്രോസസ് ഷുഡ് ബി വെരി സ്ലോ സോ ദാറ്റ് ദ ടെമ്പറേച്ചർ ഈസ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി പ്രോസസ്. ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ എന്താവും എന്ന് നോക്കാം. നമ്മളിവിടെ സർട്ടൻ മാസ് ഓഫ് ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതിനൊരു പിസ്റ്റൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാൾസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി കണ്ടക്ടിംഗ് ആണ്. ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് പോസിബിൾ ആണ്. P1 V1 T ആണ് ആദ്യം ഉള്ള പ്രഷറും വോളിയവും. ടെമ്പറേച്ചറും ഗ്യാസിനെ ഹീറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കുന്നു. അതിനുശേഷം പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഇങ്ങനെയാവുന്നു P2 V2 T. ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദി പ്രോസസ് കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പ്രഷറും വോളിയവും കൂടി എടുത്ത് ഗ്രാഫ് വരയ്ക്കുന്നതിനാണ് ഐസോതെർമൽ പ്രോസസിന്റെ ഗ്രാഫ്, PV ഡയഗ്രാം എന്ന് പറയുന്നത്. ഗ്രാഫിന്റെ ഷേപ്പ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും. ഫോർ 1 mole ഓഫ് an ഐഡിയൽ ഗ്യാസ് we know the equation is PV equal to RT. Before expansion the condition was P1 V1 equal to RT. After expansion it is P2 V2 equal to RT. So we have for an isothermal process the equation P1 V1 equal to P2 V2. A gas can be heated keeping either its pressure a constant or its volume a constant. Here in the isothermal process we consider the work to be pressure into change in volume. Okay, volume ഒരു ചെറിയ ക്വാണ്ടിറ്റി dV ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വർക്ക് ഡൺ dW ആണെന്നിരിക്കട്ടെ. then dW will be P into dV. ഓക്കെ, ടോട്ടൽ വോളിയം ചേഞ്ച് ചെയ്യുന്നത് V1 ൽ നിന്നും V2ലേക്കാണ്. എക്സ്പാൻഷന് മുമ്പ് വോളിയം V1 ആയിരുന്നു, എക്സ്പാൻഷന് ശേഷം വോളിയം V2 ആണെന്നാണ് എടുക്കുന്നത്. then total work done will be W equal to integral V1 to V2 PdV. We know the ideal gas equation for mu moles of an ideal gas PV equal to mu RT. From this P equal to mu RT divided by V. Let us substitute the value of P, which is mu RT divided by V, in the expression W equal to integral V1 to V2 PdV. Then we have W equal to integral V1 to V2 mu RT divided by V into dV. Okay, mu RT എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. വോളിയം ചേഞ്ച് ചെയ്യുന്ന കേസാണ് എടുക്കുന്നത്. സോ ഇന്റഗ്രേഷന് പുറത്ത് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ കൺസിഡർ ചെയ്യേണ്ടത് വോളിയത്തിന്റെ കേസിൽ മാത്രമാണ്. സോ W equal to mu RT into integral V1 to V2 dV divided by V. ഇന്റഗ്രൽ 1 by V dV എന്നാൽ ലോഗ് V ആണ്. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് V2 ആണ്, ലോവർ ലിമിറ്റ് V1 ആണ്. സോ W will be mu RT into log V2 minus V1. നാച്ചുറൽ ലോഗരിതമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
കോമൺ ലോഗരിതം വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. നാച്ചുറൽ ലോഗരിതം കൊടുത്തിരിക്കുന്നു. ഓക്കെ, സോ our expression will be W equal to mu RT log V2 minus log V1. log V2 minus log V1 എന്നാൽ log V2 by V1 ആണ്. Okay, so work done during an isothermal process will be obtained as W equal to mu RT log V2 divided by V1. ഇനി ഇത് തന്നെ നമുക്ക് പ്രഷറിന്റെ ടേംസിലും കൊടുക്കാൻ സാധിക്കും. P1 V1 ഈക്വൽ ടു P2 V2 എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ V2 by V1 പകരം P1 by P2 എന്ന് കിട്ടുന്നതാണ്. Then the expression for work done will be W equal to mu RT log P1 divided by P2. Okay. തെർമോഡൈനാമിക് വേരിയബിൾ ആയ വോളിയം കോൺസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്. എ പ്രോസസ് ഇൻ വിച്ച് ദ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ആൻ ഐസോകോറിക് പ്രോസസ്. ഓക്കെ, വോളിയത്തിന് മാത്രം വ്യത്യാസം വരുന്നില്ല, പ്രഷർ, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി ഇവയെല്ലാം വ്യത്യാസം വരുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഇന്റേണൽ എനർജി കൂട്ടുന്നതിനും വർക്ക് ഡൺ വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന ഹീറ്റ് എനർജി ഉപയോഗിക്കപ്പെടുന്നത്. ഇവിടെ ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവനും ഗ്യാസ് മോളിക്യൂൾസിന്റെ, ടയറിനുള്ളിലെ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇന്റേണൽ എനർജി കൂട്ടുന്നതിന് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. വോളിയം കോൺസ്റ്റന്റ് ആയി, ടയറിനുള്ളിലെ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം കോൺസ്റ്റന്റ് ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് പി വി ഡയഗ്രാം നോക്കാം. പി വി ഡയഗ്രാം നോക്കുമ്പോൾ പ്രഷറിന് വ്യത്യാസം വരുന്നുണ്ട്, പക്ഷെ വോളിയം എപ്പോഴും വിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, 4 മാർക്കിന്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. വർക്ക്, എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. 2 ഭാഗങ്ങളുണ്ട്. എ പാർട്ട് ഷോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻടു കൈനറ്റിക് എനർജി അണ്ടർ ഫ്രീ ഫോൾ. 2 മാർക്കിനുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ 5 മാർക്കിന്റെ ഭാഗമായിട്ട് ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചത് വേറൊരു തരത്തിലായിരുന്നു. ഈ ഒരു ഡയഗ്രാം തന്നിട്ട് പ്രൂവ് ദാറ്റ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസിഡേർഡ് അറ്റ് പോയിന്റ്സ് എ, ബി ആൻഡ് സി എന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. ഫ്രീ ഫോളിന്റെ ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഷോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻടു കൈനറ്റിക് എനർജി അണ്ടർ ഫ്രീ ഫോൾ. ഈ ഡയഗ്രാം വരച്ചിട്ട് തന്നെയാണ് എ പാർട്ട് ക്വസ്റ്റിന്റെ ആൻസറും ചെയ്യാനുള്ളത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ആ ഭാഗം ഒന്നുകൂടി വിശദീകരിച്ച് തരാം. പിന്നെ ബി പാർട്ട്, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം ഫോർ എ കോൺസ്റ്റന്റ് ഫോഴ്സ്. അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്ന് ആക്ച്വലി ഞാൻ ഡീറ്റെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതായത് 12 മാർക്ക്. പിന്നെ ഇപ്പോ ഈ 2 മാർക്കിന്റെയും കൂടി ഫുൾ പറഞ്ഞു തരാം. അപ്പൊ 14 മാർക്കിന്റെ ആകും. അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ 4 മാർക്കിന്റെ 3 ചോദ്യങ്ങളും പിന്നെ ഈ ഒരു 2 മാർക്കിന്റെ ഒരു ഭാഗവും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് വലുതായി പോകും. ഇപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മുഷിയും. അതുകൊണ്ടാണ് 4 മാർക്കിന്റെ ഈ സെക്ഷൻ 2 ക്ലാസ് ആയിട്ട് എടുത്തു തരുന്നത്. അടുത്ത ക്ലാസ്സിൽ 4 മാർക്കിന്റെ പറഞ്ഞു തരാം, പിന്നെ 3 മാർക്ക്, പിന്നെ 2 മാർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോ ഇതിന്റെ എ പാർട്ട് കാണാം. ഷോ ദാറ്റ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി ഈസ് കൺസേർഡ്. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി പറഞ്ഞിരിക്കുന്നു. ഡയഗ്രാം ശ്രദ്ധിക്കുക. എച്ച് ഹൈറ്റില് ഒരു ബോഡിയെ കൺസിഡർ ചെയ്യാണ്. ഒരു കല്ല് താഴത്തേക്ക് ഇടുകയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോ എച്ച് ഹൈറ്റില് ആ പോയിന്റ് എ എന്ന് കൺസിഡർ ചെയ്യാം. താഴെ വീഴുമ്പോഴുള്ള പോയിന്റ് സി എന്ന് എടുക്കാം. ഇൻ ബിറ്റ്വീൻ ഉള്ളൊരു പോയിന്റ് ആണ് ബി. അതായത് മുകളിൽ നിന്നും
എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായതിനു ശേഷമുള്ള പോയിന്റ് ആണ് ബി. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റില് ബോഡി അല്ലെങ്കിൽ കല്ല് h-x ഹൈറ്റിലാണ്. ഓക്കെ, സോ ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി mg, ഹൈറ്റിന് പകരം h-x ആണ് വേണ്ടത്. എ ബി സി ഈ 3 പോയിന്റ്സിലെയും പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി എന്നാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. അതിന്റെ സം ഒരേ വാല്യൂ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? മെക്കാനിക്കൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രൂവ്ഡ് ആണ്. ഓക്കെ, അറ്റ് ദ പോയിന്റ് എ വസ്തു താഴേക്ക് വീണിട്ടില്ല. സോ ടോട്ടൽ എനർജി ഈസ് ഡ്യൂ ടു പൊട്ടൻഷ്യൽ എനർജി ഇറ്റ്സെൽഫ്. At the point A, the potential energy is mgh because it is at a height h. Kinetic energy എന്ന് പറയുന്ന പോയിന്റില് മൂവ്മെന്റ് തുടങ്ങാത്തത് കൊണ്ട് വെലോസിറ്റി 0 ആയിരിക്കും. സോ ഹാഫ് mv². വെലോസിറ്റി 0 ആയതുകൊണ്ട് കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ടോട്ടൽ എനർജി mgh എന്ന് കിട്ടും. അറ്റ് ദ പോയിന്റ് ബി, പോയിന്റ് ബിയില് എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി അല്ലെ? അപ്പോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് മൂവ് ചെയ്തു. മൂവ് ചെയ്ത് കഴിയുമ്പോൾ കൈനറ്റിക് എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഹാഫ് mv² എന്നുള്ള ഇക്വേഷൻ ആണ്. എങ്ങനെ കിട്ടും വെലോസിറ്റി? വെലോസിറ്റി കിട്ടാനായിട്ട് v² = u² + 2as എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. v² വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. u എന്നുള്ളത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഇനിഷ്യലി ദ ബോഡി വാസ് അറ്റ് റെസ്റ്റ്, സോ ഇനിഷ്യൽ വെലോസിറ്റി ഈസ് 0. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് എക്സ് ആണ്. താഴേക്ക് വീഴുന്നത് കൊണ്ട് ആക്സിലറേഷൻ എന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, പോസിറ്റീവ് ആണ്. സോ v² = u² + 2as എന്നുള്ള ഇക്വേഷനില് v² = 2gx എന്ന് കിട്ടും. കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ് ഇക്വേഷൻ. ഹാഫ് m × 2gx എന്ന് കൊടുക്കുമ്പോ കൈനറ്റിക് എനർജി mgx എന്ന് കിട്ടും. ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഹാഫ് m × 2gx ആണ്. സോ mgx എന്ന് കിട്ടും. കൈനറ്റിക് എനർജി ആയേ mgx. പൊട്ടൻഷ്യൽ എനർജി എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു mg × h-x ആണ്. കാരണം ബി എന്ന് പറയുന്ന പോയിന്റ് h-x ഹൈറ്റിലാണ്. സോ ടോട്ടൽ എനർജി കാണാൻ വേണ്ടി പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എടുക്കുമ്പോ mgh എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴേക്കും potential energy 0 ആയി. Energy is completely due to motion. So kinetic energy is half mv². Okay. v² = u² + 2as എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് h ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 തന്നെ കൊടുക്കാം. v² = 0² + 2gh എന്നായിരിക്കും ഇക്വേഷൻ കിട്ടുക. ഹാഫ് mv² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഹാഫ് m × 2gh. ഇവിടെയും ആ ചെറിയ കറക്ഷൻ വന്നിട്ടുണ്ട്. ഹാഫ് m × 2gh. സോ mgh, ഹാഫും 2ഉം കൂടി ക്യാൻസൽ ചെയ്ത് പോയി mgh എന്ന് കിട്ടും. കൈനറ്റിക് എനർജി mgh ആണ്. താഴെ വീഴുമ്പോഴേക്കും താഴെ ജസ്റ്റ് വന്ന് വീഴുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ഓക്കെ, ഹൈറ്റ് ഇല്ലല്ലോ. സോ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. എനർജി ഈസ് കംപ്ലീറ്റ്ലി ഡ്യൂ ടു മോഷൻ. സോ പൊട്ടൻഷ്യൽ എനർജി = 0. ടോട്ടൽ എനർജി ഈസ് mgh. 3 പോയിന്റ്സിലെയും എത്ര പോയിന്റ്സ് എടുത്താലും എല്ലാ പോയിന്റ്സിലെയും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് കാണിക്കാൻ പറ്റും. സോ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഈസ് പ്രൂവ്ഡ്. Okay, energy can neither be created nor be destroyed. It could be transferred from one form to another form. The total energy is a constant. This is law of conservation of mechanical energy. Okay. മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന 4 മാർക്കിന്റെ ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ചോദ്യോത്തരങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കാനാണ് എനിക്ക് താല്പര്യം. 4 മാർക്കിന്റെ ചോദ്യോത്തരങ്ങളും ഭംഗിയായിട്ട് പഠിക്കണം. പെൻഡിങ് ഒന്നും ഇല്ലാതെ ഓരോ ദിവസവും ക്ലാസ്സുകളിൽ ഇടുമ്പോൾ അന്നു തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ പരീക്ഷയ്ക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.
നന്ദി, നമസ്കാരം.